എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സാരിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ചോതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചോതി നക്ഷത്രക്കാരുടെ Two of Cups, Ten of Cups, Moon, Five of Swords, Eight of Swords, Nine of Swords. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ വിവാഹം കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഓടി നടത്തുന്ന അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് ഫൈനലി നിങ്ങളുടെ വിവാഹം ഈ ഒരു വർഷം നടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള സാഹചര്യം തന്നെ. അതേപോലെ തന്നെ പ്രണയത്തിലായിട്ടുള്ള ആളുകൾ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തികരം അല്ലെങ്കിൽ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് രണ്ട് മതത്തിലും ജാതിയിലും രണ്ട് വർഗത്തിൽ, അതായത് രണ്ട് ചിലപ്പോൾ വേറൊരു രാജ്യത്തു നിന്നായിരിക്കും, രണ്ടുപേരും വ്യത്യസ്ത രാജ്യങ്ങളിൽപ്പെട്ടവരായിരിക്കും. അങ്ങനെ വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ള ഒരു പ്രണയമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. ആ ഒരു പ്രണയം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഫൈനലി നിങ്ങളൊരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹണിമൂൺ കാര്യങ്ങളൊക്കെ വിദേശത്ത് ആഘോഷിക്കുന്ന സാഹചര്യം, ഒരു വിദേശ രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സന്തോഷം, ആഘോഷങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങളുടെ ഫീലിങ്സ് വളരെയധികം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത്, ഒരു ഉറപ്പില്ലാതിരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വളരെ നല്ലൊരു വർഷമാണ്. കുറച്ചധികം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതായത് ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അധികം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർ, എപ്പോഴും തിരക്കായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വർഷം ഒന്ന് ഫാമിലിയോടൊപ്പം സമയം ചിലവഴിക്കാൻ കിട്ടുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ആവാം. കാരണം ഇപ്പോൾ നിങ്ങൾ എപ്പോഴും തിരക്കായതുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ കോൺഫറൻസോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷനും പലപ്പോഴായിട്ടും കുട്ടികളൊക്കെ ഉള്ളവരാണ്. ഈ കുട്ടികൾക്ക് അവധിയുള്ള സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചേർന്ന് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന കാര്യമാണ്. അതായത് 10 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമെന്ന് പറയാം. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പലയിടങ്ങളിലും പോവുക. അതേപോലെ ഫാമിലി അറ്റ്മോസ്ഫിയർ, എൻവയൺമെൻറ്റ് വളരെ തൃപ്തികരമായിരിക്കും. വലിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും ഇല്ലാതെ സന്തോഷം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം തന്നെ പറയാം. പിന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അപ്പോൾ ഇൻലോസുമായിട്ട് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ, അവർ തമ്മിലൊരു നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തവരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവേ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത്. പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് കുട്ടികളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ അലട്ടുന്നൊരു കാര്യം കുട്ടികളുടെ കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ കുട്ടികളും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ചില ആളുകൾ ADHD പ്രശ്നങ്ങളുണ്ടാവാം. കുട്ടികൾ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പുറകോട്ടേക്കായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അവർക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ടി വരുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നുള്ളത്, ജീവിതത്തിൽ കുറച്ചുകൂടി പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായത്തിന് ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ റെഡി ആവുന്നുണ്ടാവും. അതേപോലെ കുട്ടികളെ കൊണ്ടിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടാകുന്നു. അതൊക്കെ നിങ്ങൾ അലർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച്
അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുട്ടികളുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിട്ട് ഈ ഒരു വർഷം കാണിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ തുടർന്നും ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂൺ കാർഡാണ്. അപ്പോൾ ഈ ഒരു വർഷം പല കാര്യങ്ങളിലും സാധ്യതകളൊക്കെ എന്നിരുന്നാലും നിങ്ങളുടെ ചില പ്രത്യേകത നിങ്ങളിപ്പോൾ ഫീലിങ്സിലൊക്കെ പൊതുവേ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സ്വയം നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിലും ഈ ഒരു വർഷം പൊതുവേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതായത് ഒരു കാര്യമില്ലാത്ത കാര്യം ആലോചിച്ചിട്ട് കാട് കയറി പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ കാട് കയറി പോകുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യാവുന്ന കാര്യം, മഹാദേവൻ ശിവന് വേണ്ടിയിട്ട് ധാര കഴിപ്പിക്കാവുന്നത്, ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നാഗങ്ങൾക്ക് ഉള്ളതായിട്ട് നൂറും പാലും കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതുപോലുള്ള കാര്യങ്ങൾ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പൊതുവേ നാഗങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും ചെയ്യുന്ന കാര്യമാണ്. കൂടുതലും മുസ്ലിംസാണ്, ക്രിസ്ത്യൻസാണ് എന്നൊന്നും ഇല്ലാതെ ക്ഷേത്രത്തിൽ പോയിട്ട് അവർ പുറത്ത് വഴിപാട് അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്നതായാലും മതിയാവും. അപ്പോൾ അത് അവർ തന്നെ ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കും. കാരണം ചില ആളുകളുടെ എനർജിയിൽ ഇപ്പോൾ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട് എങ്കിൽ അതൊന്ന് ഈ പറയുന്ന പോലെ എല്ലാ ആയില്യം നാളിലും, അതായത് എല്ലാ മാസത്തിലും ആയില്യം നാളുണ്ടാവുമല്ലോ, അപ്പോൾ ആയില്യം നാള് അന്ന് എന്തെങ്കിലും നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ മഞ്ഞളാണ് എങ്കിൽ ഉത്തമം. അതിന് നൂറും പാലും കഴിപ്പിക്കുന്നതും നല്ലതായിരിക്കും. അത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി മേന്മ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പല തടസ്സങ്ങളും നീങ്ങി പല പ്രശ്നങ്ങളും ചെന്ന് പെടാതെ ഇരിക്കാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ അടുത്തിടയ്ക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരിയെ കൊണ്ട് ഒരു സ്വസ്ഥതയും ഇല്ല, എപ്പോഴും പ്രശ്നങ്ങൾ കാര്യങ്ങൾ, എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രീതി, അതൊക്കെ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നു. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ മേലധികാരി അവിടെ നിന്ന് മാറുന്നതായിരിക്കും, പുതിയൊരു പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ജോലി തന്നെ മാറിപ്പോകുന്നതായിരിക്കാം, മറ്റൊരിടത്തേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പൊതുവെ ഒരു മടിയുള്ള ഒരാളാണെങ്കിൽ ജോലിക്ക് പോകാൻ തിരിച്ച് ഇഷ്ടമായിരിക്കും. കാരണം ഇപ്പോൾ നല്ല ഒരു അന്തരീക്ഷമാണ്, വർക്ക് അറ്റ്മോസ്ഫിയർ വളരെ മേന്മയുള്ളതായിട്ട് ഇരിക്കുന്നതും, അതേപോലെ വർക്ക് സാധ്യതകളുണ്ട്. ഇപ്പോൾ ജോലിയിൽ ഉദ്യോഗ കയറ്റം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, അപ്പോൾ അതിനനുസരിച്ച് സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ ബോസ് അത് പിടിച്ചു നിർത്തിയേക്കുമായിരുന്നു നിങ്ങളുടെ പ്രൊമോഷനെങ്കിൽ ആ വ്യക്തി മാറുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ കാര്യങ്ങളുണ്ടാവുന്നു, ശമ്പള വർധനവ് കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പല കാര്യങ്ങളും ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പഠനത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ പാസ്സാവും. അതേപോലെ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ടെസ്റ്റ് എഴുതുന്നു, അതോടൊപ്പം വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരെയൊക്കെ സംബന്ധിച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പാസ്സാവുന്നു. അതൊക്കെ ഒത്തിരി തൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. സർക്കാർ ജോലിക്കുള്ള ഒരു സാധ്യതയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തിയാണ്. വഴക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതും നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ റിട്ടയറൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ രാത്രി ഉറക്കം ഉണ്ടാവില്ല, കാരണം ഈ പകൽ മുഴുവൻ ഇരുന്ന് ആലോചിക്കുന്നത് രാത്രിയിൽ മനസ്സിലേക്ക് വരുന്നു. അല്ലെങ്കിൽ പകൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, രാത്രിയാകുമ്പോൾ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് പ്രായമായിട്ടുള്ളവരെ അലട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വളരെ ആക്റ്റീവായിട്ട് ഒരിടത്ത് ഇരിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിന് അനാവശ്യമായിട്ട് ചിന്തിക്കാൻ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വെറുതെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ച് ഊതിപ്പെരുപ്പിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് പൊതുവേ ഉണ്ട്. അതിപ്പോൾ പ്രായമായിട്ടുള്ളവരല്ല, അല്ലാതെ ആരുടെ ഒരു രീതിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിന്ന് വഴിമാറി സഞ്ചരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.